നമ്മൾ പുതിയ ഓഫ് റോഡ് നോക്കണം. അവിടെ എൽ സി എടുത്തത് എൽ സിയിൽ ചെറിയ ഒരു കോയിക്കറ്റ് കയറ്റി ഒരു ചെറിയൊരു ബമ്പർ കയറ്റി നമ്മൾ ഒരു കിറ്റ് അത് വെച്ചിട്ട് ആണ് ഇങ്ങനെ നിൽക്കുന്നത്. നേരത്തെ ആ കിറ്റില്ലാത്ത രസമില്ലേ, ഇതിലിപ്പാണ് ഒരു രസം. നമ്മൾ ഓഫ് റോഡ് കയറാൻ വന്നെയാണ്, മല കയറാൻ വന്നെയാണ് വന്നിരിക്കുന്നത്. കുറേ നാളായില്ലേ വയലിലേക്ക് കയറിയിട്ട്. വഴിയൊക്കെ അങ്ങോട്ട് മറന്നുപോയി. ഏതൊക്കെയാ വഴി ഇതൊക്കെ ഞാൻ മറന്നുപോയി. ഇത് രണ്ടുമല്ല, മാപ്പ് നോക്കണേ, രണ്ടുമല്ല എനിക്ക് തിരിയുന്നില്ല. വഴി ഏതാ മനസ്സിലാകുന്നില്ല. ഓഫ് റോഡ് നമ്മളൊരു വഴി പോവായിരുന്നല്ലോ, വഴിയിൽ കൂടെ നമ്മൾ പോവുമായിരുന്നല്ലോ. ഏത് വഴിയായിരുന്നു ഇതായിട്ട് ഏറുന്നത്? ഇതല്ല ഇവിടുന്ന് എങ്ങോട്ടോ ഉള്ളൊരു വഴിയായിരുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം, ആ സ്ഥലത്തോടൊന്ന് പോയി നോക്കാം. അതാണെങ്കിൽ ഓക്കെ ആ വണ്ടി ഇടിച്ച് ഇതൊക്കെ കയറത്തന്നെ ഇടിക്കുന്ന വണ്ടിയാണ്, കയറുമ്പത്തിന് ഇടിക്കുന്നത്. ഇതൊക്കെ സർവ്വസാധാരണ. പക്ഷേ മല കയറുമ്പോൾ ഇടിക്കുന്നത് ആരും കണ്ടിട്ടില്ല. മറ്റേ പണ്ടല്ല നമ്മൾ വണ്ടി കയറുകയില്ലേനു. നമ്മൾ പുതിയ എഞ്ചിനും കാറൊക്കെ കയറ്റിയിട്ട് 1500 HP നമ്മൾ കയറ്റിയോണ്ട് നമ്മളെ വണ്ടിക്ക് ഇത്രയും പവർ. ഇതിലൂട്ടായിരുന്നു. ഇപ്പം അങ്ങ് വഴി കിട്ടി, ഓർമ്മ കിട്ടി. ഇതിലൂട്ട തന്നെ ഇപ്പം ഓർമ്മ കിട്ടി. ഇങ്ങനെ അന്ന് വന്നിയാ പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പോഴാണ് തോന്നുന്നത് സമയം കിട്ടുന്നത് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വെറുതെ ഇരിക്കുന്നത്. അവിടെ ഇങ്ങോട്ടൊന്ന് ഇത് നമുക്ക് നമ്മളെ കാറിൽ ട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഉണ്ടാവും. പറ്റുമോളി അല്ലേ? പറ്റുമായിരിക്കും അല്ലേ? നോക്കാം. പറ്റൂല തോന്നുന്നു, പറ്റൂല. പറ്റെങ്കിൽ കോമഡി ആയിരിക്കും. നമ്മൾ ഈ രണ്ട് വഴിയിൽ ഏത് വഴിയിൽ ഇടിച്ച് ഫ്രണ്ട് ബമ്പർ ചളിങ്ങിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ ഇടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ചളുകുന്നു. പിന്നെ ഇതിൻ്റെ ലോഡിങ് സമയം കുറച്ചായിരുന്നെങ്കിലേ വേറെ പൊട്ടേ. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് പോവാം. ഇത് തന്നെ ഇപ്പോൾ എല്ലാ വഴിയും ഉറങ്ങി. ഇവിടെ അത് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടത് കാര്യം. പണ്ടൊക്കെ അത് ഫോർച്യൂണർ കിട്ടിയേനെ, പക്ഷെ ഇപ്പം അത് കിട്ടൂലേ. ഇപ്പം എൻ്റെ ഫോർച്യൂണർ ഉണ്ട്, ഒരാൾ തന്ന്. അതുകൊണ്ട് എനിക്ക് കഷ്ടപ്പാടില്ലാണ്ട് ഫോർച്യൂണർ സിമ്പിളായിട്ട് കിട്ടി. പക്ഷെ ഇച്ചിരി വൈകിപ്പോയതിന് മാത്രം നമ്മൾ ഇത് വൈകിപ്പോയി ഫോർച്യൂണർ നമുക്ക് കിട്ടാൻ വേണ്ടി. കണ്ടാ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റേസ് വണ്ടിയിൽ ഇത് നോക്കുന്ന ഫ്രണ്ടിൽ വേറെ ഒരു സൈഡ് അളകി, വേറെ ഏത് സൈഡിൽ അളകിയോ നോക്കാൻ പറ്റും. നമ്മൾ ഡ്രോൺ വെച്ചിട്ട് ആദ്യം മൊത്തമായിട്ട് നോക്കണം, എന്നിട്ടേ കയറാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് പണിയാവും ഗേസ്. നമ്മൾ ഏത് വഴിയിലോട്ട് പോകുന്നത് ചെയ്യുന്നത് എനിക്ക് തിരിയില്ല. ഞാൻ ഫ്രണ്ടിലോട്ട് എടുക്കാൻ നോക്കാം. കാണുന്ന വഴിയിലൂടെ കയറിയേ പോവാ. അതിനെ വെറുതെ കിട്ടുന്ന വഴി അതിലോട്ട് നമ്മളെ കയറിക്കും. ഇത് കണക്ക് ഫുള്ള് പാറയാണല്ലോ, പിന്നെ നമ്മൾ കയറുന്നത്. പണ്ടൊക്കെ കയറുമായിരുന്നു നമ്മൾ സിമ്പിളായിട്ട്. പണ്ട് തീരെ തരലില്ലേ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വഴി ഇച്ചിരി പണിയായിട്ടുണ്ട്. പണ്ടത്തെ പോലെ അല്ല. റിവേഴ്സ് എടുത്ത് പോയി ഇതിലോട്ട് കയറ്റാൻ, ഇതിലോട്ട് ഇങ്ങനെ ഓടിച്ച് കയറ്റാം. റിവേഴ്സ് എടുക്കാം. എന്നിട്ട് ഇതെല്ലാം വഴി ആണ്. ഇവിടെ കുറേ മരങ്ങൾ കിടപ്പുണ്ട്, എല്ലാം
ഇതാക്കണം, അല്ലെങ്കിൽ വഴി തിരിയൂല, വഴി കാണൂല, തീരെ കാണൂല. വഴി കണ്ടില്ലെങ്കിൽ വണ്ടി ഇടിക്കും ഉറപ്പാ. വഴി കാണണം, വഴി കണ്ടാലേ നമുക്ക് കയറ്റാൻ പറ്റൂ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യട്ടെ. ആ വണ്ടി ഞാൻ ചെറുതായി സൈഡിലോട്ട് താഴോട്ട് പോകുന്നതാ. ഇതാ ഡ്രോൺ, ഇങ്ങനത്തെ ഒരു ഡ്രോണ് അല്ലേ. ഏത് വഴിയാണ്? ഇതിലൂട്ട് സൈഡിലോട്ട് കയറി കയറി കയറി. ഇപ്പം കിട്ടി. ഈ കുത്തനെയുള്ള ഈ കയറ്റത്തിലോട്ട് വണ്ടി കയറില്ല. വണ്ടി തലയെ കുത്തി വീഴേ ഉള്ളൂ. കുത്തനെയുള്ള കയറ്റത്തിലൂടെ ഇവിടെ ചവിട്ടി കയറ്റാനായത്. പണ്ടല്ലോ വണ്ടി കയറൂല, ഇപ്പോഴും കയറൂല തോന്നിരിക്കും. പോലെ പോയി. കിത്താൻ ഫ്രണ്ട് ഉണ്ട് ഗെയിമില്, കിത്തു പോയിട്ട് ഓരൊക്കെ സിമ്പിളായിട്ട് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് വേറെ പ്രാവശ്യം എൻ്റെ വണ്ടി കയറ്റി തന്നായിരുന്നു, എൻ്റെ വണ്ടി മുകളിൽ എത്തിച്ചിട്ട്. ഞാൻ നോക്കിയെങ്കിലും സൂപ്പർ പവർ ഉണ്ടാവും ഇങ്ങനെ കയറ്റാൻ വേണ്ടി. ഞാൻ ഒരു കാര്യം ചെയ്യാൻ നോക്കാം, റിവേഴ്സ് എടുക്കും, നല്ല രീതിയിൽ റിവേഴ്സ് എടുക്കും. എന്നിട്ട് ഒരു കേരളോട്ട് പോരാ ഇറങ്ങിപ്പോയി. നമുക്ക് വഴി നോക്കാം, കാര്യം ചെയ്യാം. വണ്ടി അവിടെ പാർക്ക് ചെയ്യട്ടെ. വീഴാടാണ്. എന്തായാലും എന്തായാലും നമുക്ക് ജസ്റ്റ് നമ്മൾ എന്താ അറിയാം, ഒരു സൈഡ് മാത്രം പിടിച്ചു പോകുന്നുണ്ടാ. നമ്മൾ നമുക്ക് ഈ സൈഡ് പിടിച്ചിട്ട് പോവാം. അതല്ല ഇതാവുന്നില്ല. പോയി. നമ്മളൊക്കെ ഈ വഴി തിരി നടക്കണമെങ്കിൽ എപ്പോഴും കൊണ്ടിരിക്കും. ഏത് വഴിയിലോട്ട് ഞാൻ തിരിയില്ല. എപ്പോഴും ഡ്രോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കേണ്ടി വരും. നമ്മളിങ്ങനെ വരടിച്ച് വീണിട്ട് ഏത് വഴിയാ? ഏത് വഴിയാണ് കയറേണ്ടത്? ദൂരെ പോയി നോക്കാം, ദൂരെ നോക്കിയാൽ കാണുമായിരിക്കും അല്ലേ? അതിന് കാണാനല്ല, നമുക്ക് റിവേഴ്സ് എടുക്കാം. ഇങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് ഈ മലേനെ വടക്കോട്ടാണ് കയറാം. എന്നിട്ട് അവിടുന്ന് കയറ്റിയാൽ പോലെ. ആദ്യം നമ്മളിത് ഇവിടുന്ന് റിവേഴ്സ് എടുക്കും, കുത്തി പോവാ. എന്നിട്ട് എല്ലാ പവറിൽ റിവേഴ്സ് എടുക്കുക. എന്നിട്ട് മേളിലോട്ട് കയറാം. ഇത് നമ്മൾ കയറാൻ പോകുന്ന മല, ഈ മലയല്ലേ, ഈ മലയിലോട്ട് ചെറുതായിട്ടൊന്ന് വണ്ടി കയറ്റുക ഈ പറയലിലോട്ട്. എന്നിട്ട് ക്യാമറ തിരിക്കുക. കാർ തരുമോ? സോറി ബ്രോ, ഞാൻ എപ്പോഴും കാർ തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം ബ്രോ, തരാം നോക്കാം. നമ്മളതിനത്ര 1 മില്യൺ ആ ബ്രോനെ ഫ്രണ്ടാക്കാം. നമ്മളതിനത്ര 1 മില്യൺ ഉണ്ട്. എടുക്കുന്നതിനേക്കാളുള്ള പൈസ ഉണ്ടോ? അപ്പോൾ ഞാൻ ഓഫറോഡ് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ അതിനെ കൊടുക്കാതെ സോറി പ്രാർത്ഥന. നമുക്കിതാ ഇവിടെ നിർത്താം. അതാ ഒരു വീക്ക് പോയിന്റ് നിർത്താൻ വേണ്ടി. നമുക്കിത് എവിടെ പോയി കയറ്റണമെന്ന് വെച്ചാൽ ഇവിടെ കയറ്റാൻ പറ്റുമില്ല, ഫുള്ള് പാറ. ഈ 2 പാറയും വെട്ടി നശിപ്പിച്ചിട്ട് സൈഡിലോട്ട് ഇടണം. ഏറ്റവും നല്ല. അതാ കിട്ടി. ആ വഴിയില്ലേ, ആ വഴിയിലോട്ട് കയറിയാൽ മതി. ഇവിടെ കാണുന്ന ആ വഴി, ഇവിടുന്ന് കാണുന്ന വഴിയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി സൊറന്ന് പറഞ്ഞിട്ട് കയറിപ്പോ. അത്ര ഈസി ആയിരിക്കും. ആ വഴിയിലോട്ടല്ലേ നമ്മൾ കയറി. ചത്ത് അത്രേ ഉള്ളൂ. ഈ വഴി എന്തെങ്ങനെ പിന്നെ ആ വഴി കാണുന്നില്ല. ഇത് 100 മില്യൺ തരാം. കാർ തരൂ. ഒരേ 100 മില്യൺ ഗെയിമിലില്ല.
ആദ്യം 50 മില്യൺ. ഓക്കെ, ഈ ഗെയിമിൽ മാക്സിമം ക്യാഷ് 50 മില്യനാണ്. 50 മില്യൺ മാക്സിമം ക്യാഷ്. അതിൻ്റെ മടക്ക് പോകില്ല, അതിൻ്റെ മടക്ക് പോകത്തില്ല. നമുക്ക് 50 മില്യൺ ഇതാക്കാം. തകിയോതാ മനസ്സിലായില്ല. തകിയോത് അത് നമുക്ക് സെയിൽക്കാർ കൊടുക്കാം. 50 എടുത്ത് വാങ്ങുമോന്ന് അറിയില്ല, വെറുതെ പറയുന്നതാ തോന്നുന്നു. ചിലപ്പോഴേ വാങ്ങും, ചിലപ്പോഴേ വാങ്ങും തോന്നുന്നു. കണ്ട വാങ്ങൂല, വെറുതെ സമയങ്ങളെ പറ്റി പറയുന്നു. ഞാൻ എൽസി എടുത്തതിനെ കഷ്ടപ്പെട്ടിട്ട് പൈസ എൻ്റെ ഇതിന് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് എൽസി എടുക്കണത് ആഗ്രഹം മതി. കഷ്ടപ്പെട്ട് ആ ദിവസം ഞാൻ പൈസ ഇതാക്കി എടുത്തു. അങ്ങനെ എടുത്ത വണ്ടിയാണ് എൽസി. പക്ഷെ അപ്പോഴാണ് തോന്നിയത് അത് ഒരു മണ്ടത്തരായി. ഈ വണ്ടിയാണെങ്കിൽ ഒരു വെറും ഒട്ടും കൊള്ളാത്ത വണ്ടി. വെച്ചാൽ ബാക്കിയുള്ളവർക്ക് കയറുന്നുണ്ട്, പക്ഷെ എൻ്റെ എൽസിക്ക് മാത്രം കയറാനില്ല. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാനായത്. ലുക്ക് മാത്രമേ ഉള്ളൂ, കയറാൻ അത്ര വലിയ ഇതില്ല തോന്നുന്നു. ഇങ്ങനത്തെ ഓഫറിലൊന്നും കയറി ഇത് എൻ്റെ പ്രശ്നമാണോ? ആദ്യം കാർ ഇപ്പൊ തരാടാ, നല്ല ചുട്ടടി തരാം, പോടാത്. ആദ്യം കാറിൻ്റെ പൈസ തരണം, അല്ലാണ്ട് ഞാൻ വണ്ടി കൊടുക്കത്തില്ല. അതൊക്കെ അറിയാം, സ്കാം ആകുന്നു. അല്ലാണ്ട് പൈസ കൊടുത്തില്ല എന്തായാലും ആർക്കറിയാം. കുറേ സ്കാം കേട്ടാ അതെ, അല്ലെങ്കിൽ വണ്ടി ഇതാവൂല. അതിനകത്ത് കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഫോർച്യൂണർ ഐസോത്തത് പറ്റിച്ച് കൊടുത്ത് ഫോർച്യൂണർ ഞാൻ പറയാം കൊടുത്ത് ഡോര കയറിപ്പോയി. ഇപ്പോഴൊക്കെ ഓർമ്മയുണ്ട്, ഒരു പ്രൊഫൈല് ഒരു പതിയുടെ തോന്നിയിട്ട് ഒരു പ്രൊഫൈല് ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അതായത് യൂട്യൂബിലൊക്കെ ഇടാൻ പൊക്കാം, പ്രൊഫൈലുണ്ട് ഞാൻ. അപ്പോൾ ഓരോ പൊക്കും. ഓരോ പേര് സ്വിഫ്റ്റ് എന്നാണ് ഓരോ പേര്. ഈ വണ്ടി ഞാൻ കേട്ടുന്നില്ല, ഞാൻ കൊണ്ടുപോക്കാം. കയറിയണ്ട വണ്ടി പവറിൽ ദേഷ്യം പിടിച്ച് കയറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കയറുമായിരിക്കും. അല്ല, കയറില്ല, എഞ്ചിൻ ഡാമേജ് ആവത്തേ ഉള്ളൂ. 2 സൈഡ് പിടിച്ചിട്ടാണ് വണ്ടി ഇതാവുന്നത്. ഇല്ല, സ്കാം ആണ്. ഇത് പേര് പ്ലെയർ നമ്പർ 20 എന്നാണ്. സ്കാം ആണെന്ന് നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിട്ട് ഈ ഗെയിമിലോട്ട് എത്തി. നല്ല രീതിയിൽ കുറേ സ്കാമിങ് ഈ ഗെയിമിൽ നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കൊടുക്കുക. ഇങ്ങനെ ആദ്യം ക്യാഷ് ഇതാന്ന് പറയുന്നവരെ നല്ലോണം ഒന്ന് മറ്റേ അവർക്ക് നിങ്ങൾക്ക് നല്ലോണം അറിയില്ല തയ്യാറാണ്ട് വേറെ അല്ലാതെ ആട് എന്ന് കൊടുക്കുക.
ഞാൻ ഒരു പറയട്ടെ, എനിക്ക് വൈറ്റ് ഉണ്ട്, എനിക്ക് യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി സ്ക്രീൻ റെക്കോർഡ് ആണ്. നീ എന്നെ പറ്റിച്ചാൽ നിന്നെ ഞാൻ പൊക്കും. അല്ല, എന്തൊക്കെ പറയാലും പൈസ 2 കാർ തരൂല, ഉറപ്പാ. ഫുള്ള് സ്ക്രീൻ റെക്കോർഡോ അവനെ പറ്റിച്ച അവൾക്ക് ഒന്നും ഇടല്ല. അവള് ഞാൻ പൊക്കും, ഉറപ്പാ. ഞാൻ 50 എങ്ങനെയും പൊക്കണം. ഇത് ദേഷ്യം വരുന്നത്. അല്ലേടാ, നമുക്ക് ഓഫ് റോഡ് കയറ്റാൻ പറ്റുന്നില്ലേ? പോടാത് നീ പോടാ. അപ്പൊക്കെ ഇത് ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ലേ? സ്റ്റാറ്റ